നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ ഇടതു തോൽവിക്ക് പിന്നിൽ CPM എന്ന് CPI വിമർശനം. CPM നേതാക്കളിൽ ചിലർ BJP സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിച്ചു. പരാജയ കാരണം CPIക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ CPM ശ്രമിക്കുകയാണ് എന്നും CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി AD ചന്ദ്രപാൽ ആരോപിച്ചു. മുൻ CPM നേതാവ് S രാജേന്ദ്രനായിരുന്നു BJP സ്ഥാനാർത്ഥി. ദേവികുളം മണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥി തോറ്റതിന് CPI ആണെന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള വസ്തുതകളില്ല കരുതി. അതിന് CPM തന്നെയാണ് ഉത്തരവാദി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPMന്റെ പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ സഹിതം മുൻ MLA S രാജേന്ദ്രനെ പരോക്ഷമായിട്ട് പിന്തുണച്ചിട്ടുണ്ട് കരുതി. അഡ്വക്കേറ്റ് A രാജ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും CPMന്റെ നേതാക്കന്മാരും CPMന്റെ പ്രധാനപ്പെട്ട ആളുകളും ഇത്തരത്തിൽ A രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതിന്റെ തോൽവിയുടെ ഭാരം CPIയുടെ തലയ്ക്ക് വെക്കുന്നത് ശരിയല്ല എന്നാണ് പറയാൻ സാധിക്കും. രാജ 2000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് ഞങ്ങൾക്ക് CPIക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് ഈ തോൽവിയെക്കുറിച്ച് CPM കൃത്യമായി പരിശോധിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ ഇടുക്കിയിലെ സീറ്റുകളുമായി ബന്ധപ്പെട്ട് CPIക്ക് മുകളിൽ ഒരു അവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ CPI പറയുന്ന അവിടുത്തെ പരാജയത്തിന് കാരണം CPM നേതാക്കൾ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? മാധു, ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിലും LDFന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു ദേവികുളം. 5000-ഓളം വോട്ടുകൾക്കാണ് LDFന്റെ A രാജ തോറ്റത്. പക്ഷേ CPM ആണ് ആ തോൽവിക്ക് കാരണമെന്നാണ് CPI ആരോപിക്കുന്നത്. അവിടെ BJP സ്ഥാനാർത്ഥിയായിരുന്നത് CPMന്റെ മുൻ MLA S രാജേന്ദ്രനായിരുന്നു. നേരത്തെ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉൾപ്പെടെ LDF വോട്ടുകൾ, ഏതാണ്ട് 5000-ഓളം വോട്ടുകൾ BJP പിടിച്ചു എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPI CPMനെതിരെ രംഗത്തെത്തുന്നു. അതായത് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് CPI ആരോപിക്കുകയും ചെയ്യുന്നത്. LDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പല CPM നേതാക്കളോട് S രാജേന്ദ്രൻ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് CPIയുടെ മൂന്നാർ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള AD ചന്ദ്രപാൽ ആരോപിക്കുകയും ചെയ്യുന്നത്. ഇതിൽ CPM ഇതുവരെയും ഒരു മറുപടി നൽകിയിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. 5000-ഓളം വോട്ടുകൾക്കാണ് CPMന് അല്ലെങ്കിൽ LDFന് അവിടെ തോൽവി വഴങ്ങേണ്ടി വന്നത്. മറ്റ് 4 മണ്ഡലങ്ങളിൽ തോൽവി ഉണ്ടായാലും ദേവികുളം ഉറപ്പായും ജയിക്കും എന്നതായിരുന്നു LDFന്റെ പ്രതീക്ഷ. പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ക്ഷീണത്തിൽ തന്നെയാണ് LDF ക്യാമ്പ് ഉള്ളത്. അതിനിടയിലാണ് LDFിൽ തന്നെ ഭിന്നത പരസ്യമാക്കിക്കൊണ്ട് CPI നേതാവ് രംഗത്തെത്തുകയും ചെയ്യുന്നത്. ഇതേ സമയം തന്നെ പീരുമേട്ടിൽ CPIയുടെ തോൽവിക്ക് കാരണവും CPM നേതാക്കളാണെന്ന ഒരു ആരോപണം CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വന്നതിന് തോൽവിയുടെ കാരണം CPM നേതാക്കളുടെ BJP അനുകൂല പ്രവർത്തനം എന്ന വിമർശനം ഉന്നയിക്കുകയാണ് CPIയുടെ പ്രാദേശിക നേതാക്കൾ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.